أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أَوَمَنْ كَانَ مَيْتًا فَأَحْيَيْنَاهُ وَجَعَلْنَا لَهُ نُورًا يَمْشِي بِهِ فِي النَّاسِ كَمَنْ مَثَلُهُ فِي الظُّلُمَاتِ لَيْسَ بِخَارِجٍ مِنْهَا كَذَلِكَ زُيِّنَ لِلْكَافِرِينَ مَا كَانُوا يَعْمَلُونَ وَكَذَلِكَ جَعَلْنَا فِي كُلِّ قَرْيَةٍ أَكَابِرَ مُجْرِمِيهَا لِيَمْكُرُوا فِيهَا وَمَا يَمْكُرُونَ إِلَّا بِأَنفُسِهِمْ وَمَا يَشْعُرُونَ وَإِذَا جَاءَتْهُمْ آيَةٌ قَالُوا لَن نُّؤْمِنَ حَتَّى نُؤْتَىٰ مِثْلَ مَا أُوتِيَ رُسُلُ اللَّهُ أَعْلَمُ حَيْثُ يَجْعَلُ رِسَالَتَهُ سَيُصِيبُ الَّذِينَ أَجْرَمُوا صَغَارٌ عِندَ اللَّهِ وَعَذَابٌ شَدِيدٌ بِمَا كَانُوا يَمْكُرُونَ. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും ബർക്കത്തും റഹ്മത്തും നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം അത് ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് അത് ഉപകാരപ്രദമായ വിധത്തിൽ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്നും ദുആ ചെയ്യുന്നു. 122 ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസി കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ كذلك زين للكافرين ما كانوا يعملون. أَوَمَنْ كَانَ مَيْتًا من كان ميتا أو من كان ميتا നിർജീവാവസ്ഥയിലായ ഒരാൾ ആണോ? ഫഅഹ്യൈനാഹു അവന് നാം ഹയാത്ത് നൽകുന്നു, ജീവൻ നൽകുന്നു. അഹ്യൈന നാം ജീവൻ നൽകുന്നു. മൈത്തായ നിർജീവാവസ്ഥയിലായ ഒരാളെ നാം ജീവൻ നൽകുന്നു. വജഅൽനാ ലഹു അദ്ദേഹത്തിന് നാം ഉണ്ടാക്കി കൊടുക്കുന്നു നൂറൻ പ്രത്യേകമായ ഒരു പ്രകാശവും. യംശി ബിഹി ആ പ്രകാശവുമായി അദ്ദേഹം നടന്നു പോകുന്നു. പിന്നാസി ജനങ്ങൾക്കിടയിലൂടെ. അദ്ദേഹം ഈ പറയപ്പെട്ട ആൾ കമൻ വേറൊരാളെ പോലെയാണോ? അയാൾ ആരാണ്? മസലുഹു അവന്റെ ഉദാഹരണം. ഫിദ്ദുലുമാതി അയാൾ അന്ധകാരങ്ങളിലാണ്. ലൈസ ബിഖാരിജിൻ മിൻഹാ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത വിധത്തിൽ ഇരുട്ടുകളിൽപ്പെട്ട് കഴിയുന്ന ഒരാളെ പോലെയാണോ? നാം പ്രത്യേകമായ ഒരു പ്രകാശം നൽകിയിട്ട് ആ പ്രകാശവുമായി ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള്. ഈ രണ്ടാളുകളും തമ്മിൽ തുല്യരാണോ? രണ്ടുപേരും ഒരേപോലെയാണോ? അതിന് അള്ളാഹുവിൻ്റെതായ ഒരു പ്രകാശം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതിന് പ്രത്യേകമായി അള്ളാഹു ഉപയോഗിച്ച ഒരു കാര്യം എന്താണ്? അവമൻ കാന മൈത്തൻ ഫഅഹ്യൈനാഹു നിർജീവാവസ്ഥയിലായിരുന്നു, എന്നിട്ട് അദ്ദേഹത്തിന് നാം ജീവൻ നൽകി. അപ്പൊ പരിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകാശപൂരിതമാക്കാൻ, അവന്റെ ജീവൻ നിലനിർത്താൻ, അവന്റെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിച്ച
ഒരു വ്യക്തി, പരിശുദ്ധ ഖുർആനിലൂടെ അങ്ങനെ സാധിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയും ഒരിക്കലും പുറത്തു കടക്കാനാകാത്ത വിധത്തിൽ വിവിധങ്ങളായ അന്ധകാരങ്ങളിൽ, ലുലുമാത്തുകളിൽ, ലലാമുകൾ, അതിന്റെ ബഹുവചനാണ് ലുലുമാത്ത്, ഒരുപാട് അന്ധകാരങ്ങളിൽ പെട്ട് കഴിയുന്ന ഒരാളും തമ്മിൽ തുല്യരാകുമോ? അപ്പൊ ഇത് സ്വാഭാവികമായും വിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്താണ് സന്തോഷം? വിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിന് കരുത്തേകുന്നു. ജീവിതം തന്നെ വേറെ സന്തുഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വിശുദ്ധ ഖുർആനിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്നു എന്ന് പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് ഇവിടെ ചെയ്യുന്നത്. അതിന്റെ അവസാന ഭാഗം കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. അപ്രകാരം സുയ്യിന നാം അലങ്കാരമാക്കി തന്നിരിക്കുന്നു, ഭംഗിയായി തോന്നിപ്പിക്കപ്പെടുകയാണ്. ആർക്ക്? ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്. മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും. അപ്പൊ അന്ധകാരങ്ങളിൽ, ഇരുട്ടുകളിൽ, ഒരുപാട് തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും വേണ്ടാത്ത ആചാരങ്ങളും ഒക്കെ അതിൽപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിശാച് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നും ഭംഗിയായി കാണിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശരി എന്നർത്ഥത്തിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലക്കാണ് വിശ്വാസികളെ നിങ്ങൾ അന്ധകാരങ്ങളെയും അതേപോലെ അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രകാശത്തെയും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത് എന്നാണ് ഈ ആയത്ത് മൊത്തത്തിൽ പഠിപ്പിക്കുന്ന ഒരാശയം. ഇതേ ആശയം കഴിഞ്ഞ കുറെ വചനങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് വന്നത് ആയതുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ആയത്തൊന്നും കൂടെ നമുക്ക് ഓതി നോക്കാം. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസി കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. ഇവിടെ രണ്ട് വിഭാഗം ആളുകളെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ടും വിജയിച്ച ആളുകളാണ്. അവരുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, ഏതിലൂടെയാണ് പോകേണ്ടത് എന്നതൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. അതിനനുസരിച്ചുള്ള വെളിച്ചം അവർക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ വേറൊരു വിഭാഗം ആളുകൾ, അവർക്ക് അവരുടെ മുമ്പിൽ പൂർണ്ണമായ അജ്ഞതയാണ്, അന്ധവിശ്വാസമാണ്, അന്ധകാരങ്ങളാണ്, ഇരുട്ടാണ്, എങ്ങനെ പോകണം, എന്തു ചെയ്യണം അറിയാത്ത ആളുകളാണ്. ഈ രണ്ട് ആളുകളെ നിങ്ങളൊന്ന് താരതമ്യം ചെയ്തു നോക്കൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഈ വെളിച്ചം, ഇത് വലിയൊരു അനുഗ്രഹമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ടതാണ്. അന്ധവിശ്വാസത്തിലും ദുരാചാരങ്ങളിലും ഒഴുകി ഹൃദയ വികാസം, ആത്മീയ ബോധവും നശിച്ച് ജീവശവമായി തീർന്ന ശേഷം അതിൽ നിന്ന് വിമുക്തമായി സത്യവിശ്വാസവും സന്മാർഗവും പ്രാപിക്കുമാർ ഖുർആൻ ഉണ്ടാകുന്ന, ഖുർആൻ നമുക്ക് നൽകുന്ന വെളിച്ചം, ആ വെളിച്ചം ലഭിക്കുകയും ആ വെളിച്ചം കൊണ്ട് ജനങ്ങൾക്ക് ഒരു മാതൃകയാകുമാറ് അവരുടെ ഇടയിലൂടെ ചരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ ഒരു വിഭാഗം. നേരത്തെ അവർ അന്ധവിശ്വാസങ്ങളിലായിരുന്നു, ദുരാചാരങ്ങളിലായിരുന്നു, അഥവാ ജീവശവങ്ങളായിരുന്നു. അതിനുശേഷം പിന്നീട് അവർക്ക് കൃത്യമായ ബോധം ലഭിച്ചു, വഴി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആളുകളെയാണ് അള്ളാഹു ഒന്നാമതായി പരിചയപ്പെടുത്തുന്നത്. രണ്ടാമത്തത് തന്നിഷ്ടവും അജ്ഞതയും ദുർനടപ്പും അവിശ്വാസവും ഇതേപോലെയുള്ള ഒരുപാട് അന്ധകാരങ്ങളിൽ പെട്ട് സത്യമെന്താണെന്ന്, സന്മാർഗം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ അന്ധകാരങ്ങളിൽ നിന്ന് അവർക്ക് തിരിഞ്ഞു നടക്കാൻ സാധിക്കുന്നില്ല, പിരിഞ്ഞു പോരാനും സാധിക്കുന്നില്ല. ആ അന്ധകാരങ്ങളിൽ പെട്ട് കുടുംബപരമായി അങ്ങനെ അവർ ആചരിച്ചു വരുന്ന ആ ആചാരങ്ങളിൽപ്പെട്ട് അവരങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്.
അവർക്കൊരു പക്ഷേ ചില വായനകളിലൂടെ, പഠനങ്ങളിലൂടെ, ചിന്തകളിലൂടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടും ഒരു പക്ഷെ അതിൽ നിന്ന് പിരിഞ്ഞു പോരാൻ സാധ്യമാകാത്ത വിധത്തിൽ അവർ ആ ഒരു തരത്തിലുള്ള ദുർനടപ്പുകളിലാണ്, അന്ധകാരങ്ങളിലാണ് ചില ആളുകൾ ഉള്ളത്. അവരെ പോലെ അല്ലോ നിങ്ങളും അങ്ങനെ ആയിരുന്നെങ്കിൽ ഒന്ന് അവസ്ഥ ആലോചിച്ചു നോക്കൂ. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളെങ്ങാനും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോരാൻ സാധിക്കുമായിരുന്നോ? നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടുകാരെയും അതേപോലെയുള്ള ബന്ധങ്ങളെയും ഒക്കെ വിട്ടെറിഞ്ഞുകൊണ്ട് ആ അന്ധകാരങ്ങളിൽ നിന്ന്, കുഫ്രിയത്തിൽ നിന്ന്, ശിർക്കിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ സാധിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ലഭ്യമായ ഈ അവസ്ഥ എന്ന് പറയുന്നത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഏറെ അനുഗ്രഹപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു. ഈ വെളിച്ചമുള്ള ജീവിതം, അർത്ഥവത്തായ ജീവിതം, ഈ ജീവിതത്തെ നിങ്ങൾ ഒന്നുകൂടെ വിശകലനം ചെയ്തു നോക്കൂ. ഐഹിക ജീവിതം, ഈ ജീവിതത്തെ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഒരാൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ അത് സംബന്ധമായിട്ട് നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്നത് എന്താണെന്നറിയോ? ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന, ജീവസുറ്റ ഒരു കാര്യത്തിലേക്ക് അള്ളാഹു അതേപോലെ അള്ളാഹുവിന്റെ പ്രവാചകനും ഒക്കെ നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണം കേട്ടോ എന്നാണ്. അപ്പൊ അള്ളാഹു നമ്മെ വിളിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ വിളിക്കുന്നത് നമുക്ക് ജീവനുള്ള, ജീവസുറ്റ, എല്ലാ നിലക്കും അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്കാണ് അള്ളാഹു നമ്മെ വിളിക്കുന്നത് എന്നാണ്. അതേപോലെ നമുക്ക് കാണാം, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ, നിങ്ങൾക്ക് നാം വഹീ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രവാചകരെ നമ്മുടെ അടുക്കൽ നിന്നുള്ള പ്രത്യേകമായ ഒരു റൂഹാണ്. നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവ്, ആ നിലക്ക് വിശേഷിപ്പിക്കാവുന്ന പ്രത്യേകമായ ഒരു തരത്തിലുള്ള ചൈതന്യമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വഹിയായി നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഈ വഹിയെ എന്റെ അടിസ്ഥാനത്തിലുള്ള വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു വെളിച്ചം അവർക്ക് കാണാൻ സാധിക്കുന്നു, സ്വീകരിക്കാൻ സാധിക്കുന്നു എന്നാണ്. അതേപോലെ തന്നെയാണ് പാരത്രിക ജീവിതത്തെ നമ്മൾ എടുത്തു നോക്കിയാലും ഐഹിക ജീവിതത്തിൽ ഈ വിശ്വാസം നമ്മൾ കൈക്കൊള്ളുമ്പോ, വിശുദ്ധ ഖുർആനിന്റെ പിന്നാലെ നമ്മൾ പോകുമ്പോ നമ്മുടെ ജീവിതത്തിന് പ്രകാശപൂരിതമായ അർത്ഥവത്തായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നാണ്. പാരത്രിക ജീവിതത്തെ സംബന്ധിച്ച് എന്താണ് ഖുർആൻ പറഞ്ഞത്? പരലോക ജീവിതമാണ്, അതാണ് ജീവസുറ്റത് എന്നാണ്. ഇവിടെ നിങ്ങൾ ജീവിക്കുമ്പോ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ടവരാണ്. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതേത് സാധന സാമഗ്രികളും ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകാനുള്ളതാണ്. എന്നാൽ പരലോകത്തുള്ള ജീവിതം എന്ന് പറയുന്നത് അത് എന്നൊന്ന് നിലനിൽക്കുന്ന ജീവസുറ്റ ഉള്ള ഒന്നാണ്. അവിടെ എന്തൊന്ന് നിങ്ങൾക്ക് നൽകപ്പെടുന്നുവോ അത് ഏറെ നിത്യദായകമായ, എന്നും ആനന്ദം നൽകുന്ന രൂപത്തിലുള്ള എല്ലാ കാലഘട്ടത്തിലും, എല്ലാ കാലത്തും, എല്ലാ കാലാവസ്ഥയിലും ഒക്കെ നിലനിൽക്കത്തക്ക വിധത്തിലുള്ള സംഗതികളാണ് പരലോകത്ത് നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ജീവസുറ്റത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് സംഗതികളെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു ചോദിച്ചത് ഇത് രണ്ടും സമമാണോ എന്നാണ്. ഒരിക്കലും സമമല്ല, തുല്യമല്ല. വെളിച്ചമുള്ള ആളുകളും അന്ധകാരങ്ങളിൽപ്പെട്ട് ഒരിക്കലും ആ അന്ധകാരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ജീവിതത്തിലെ ഒരുപാട് ചുറ്റുപാടുകളുമായി അങ്ങനെ കെട്ടിപ്പണിഞ്ഞ് ജീവിക്കുന്ന ആളുകളും തമ്മിൽ ഒരിക്കലും സാമ്യമാവുകയില്ല. തൗഹീദിലൂടെ മുന്നോട്ട് പോകുന്ന ശരിക്കുള്ള മുവഹിദുകളായ ആളുകളും അതേപോലെ ഒരുപാട് ജാഹിലിയത്തിന്റെ, ഖുറാഫാത്തിന്റെ, അന്ധവിശ്വാസങ്ങളുടെ അകത്തളങ്ങളിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ആളുകളും തമ്മിൽ ഒരിക്കലും തുല്യരാവുകയില്ല. ഈ ഖുറാഫാത്തുകളും അതേപോലെ അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ പറഞ്ഞത് അവിടെ അവർക്ക് ലൈസ ബിഖാരിജിൻ മിൻഹാ, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഒന്നിന് പുറകെ മറ്റൊന്നായി
അവരുടെ ജീവിതം എല്ലാ മേഖലകളിലും, ജീവിതത്തിലും മരണത്തിലും ജീവിതത്തിലെ എല്ലാ സംഗതികളിലും ഒക്കെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരും നിങ്ങളും എന്നെങ്കിലും തുല്യമാകുമോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഒരു വിഷയം വരുമ്പോ ഈ വെളിച്ചം മുന്നിൽ വെച്ചുകൊണ്ട്, വിശുദ്ധ ഖുർആനാകുന്ന ഈ വെളിച്ചം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിക്കുന്നു, ഇത് ശരിയാണോ തെറ്റാണോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ലേ എന്ന് നിങ്ങൾക്ക് നോക്കാം. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഒരു വെളിച്ചം അവരുടെ മുമ്പിലില്ല. ഏതുപോലെ എന്നറിയാമോ? ഖുർആൻ വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ അന്ധനും കണ്ണു കാണുന്നവനും തുല്യരാണോ? വലല്ലുലുമാത്തു വലന്നൂർ, അന്ധകാരങ്ങളും പ്രകാശങ്ങളും തുല്യമാവുകയില്ലല്ലോ. വലല്ലില്ലു വലൽ ഹറൂർ, തണലും ചൂടും തുല്യമാകുമോ? വലമായസ്തവില്ലഹിയാഅംവാത്ത്, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും തുല്യമാകുമോ? എന്നിങ്ങനെയൊക്കെ അള്ളാഹു ചോദിച്ചുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടുന്ന വെളിച്ചം അത് സ്വീകരിക്കുന്ന ആളുകളുടെ പ്രത്യേകതകൾ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹുവല്ലദീ കാന മൈതൻ ഫഹിയാഉല്ലാഹു, ഒരു ഉദാഹരണം നമ്മുടെ മുമ്പിൽ ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ പണ്ഡിതന്മാർ പലപ്പോഴും ഈ വിഷയത്തിൽ ഒരു ഉദാഹരണം പറയാറുള്ളത് ഉമർ റളിയല്ലാഹുവിന്റെ പഴയകാല ജീവിതമായിരുന്നു. കാനമൈത്തൻ, അദ്ദേഹം മൈത്തായിരുന്നു. ഫഹിയാഉല്ലാഹു, അള്ളാഹു അദ്ദേഹത്തിന് ഹയാത്ത് നൽകി. വജഅല ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്, ജനങ്ങളുടെ മുന്നിൽ ഏറ്റവും പ്രഗത്ഭമായ വിധത്തിൽ ഉയർന്നു നിൽക്കുമാർ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ പ്രകാശം നൽകി. ജനങ്ങളുടെ നേതാവായി, മാതൃകാ പുരുഷനായി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ആ ജീവിതമാണ് പലപ്പോഴും പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വിശദീകരിച്ചു തരാറുള്ളത്. അപ്പൊ ആ നിലക്ക് പഴയകാല അന്ധകാരങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിലൊക്കെ കഴിഞ്ഞിരുന്ന ആളുകൾ തീർച്ചയായും തൗഹീദിലേക്ക്, പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകതകൾ വളരെ കൂടുതലാണ് എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാണാം ചില പ്രാർത്ഥനകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല സന്ദർഭങ്ങളിലായി നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളിൽ അള്ളാഹുവിന്റെ ഈ പ്രത്യേകമായ വെളിച്ചത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വലിയൊരു പ്രാർത്ഥന, ഈ പ്രാർത്ഥന പല സന്ദർഭങ്ങളിൽ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സലാത്തിഹി ഔ ഫീ സുജൂദിഹി ഔ ഫീ റുകൂഇഹി എന്നൊക്കെ പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ സുജൂദിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വേറെ ചില സ്ഥലങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന എന്നുള്ള നിലക്കൊക്കെ പഠിപ്പിച്ച വലിയ ഒരു പ്രാർത്ഥന. അതിൽ വലിയ ഇതെന്ന് പറയാനേ ഉള്ളൂ, പക്ഷെ അതിലുള്ള വാക്കുകളൊക്കെ വളരെ എളുപ്പമാണ്, നമുക്ക് പഠിക്കാനൊക്കെ വളരെ എളുപ്പമുള്ള ഒരു പ്രാർത്ഥന. നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ്, ഒന്നുകൂടെ ഇവിടെ ആവർത്തിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ, അല്ലാഹുവേ നീ എന്റെ കൽബിൽ വെളിച്ചം നൽകണമേ. അത് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ഒരു പ്രകാശമാണ്. വഫീ ലിസാനി നൂറ, എന്റെ നാവിലും, വഫീ സംഇ നൂറ, എന്റെ കാതിലും നീ വെളിച്ചം നൽകണമേ. വഫീ ബസരി നൂറ, എന്റെ കണ്ണുകൾക്ക് വെളിച്ചം നൽകണമേ. എന്റെ കണ്ണുകൾക്ക് പ്രകാശമുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കാണാനും തിരിച്ചറിയാനും സാധ്യമാകുന്ന ഒരു വെളിച്ചം ഈ വിശുദ്ധ ഖുർആനിലൂടെ, അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാം അത് ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ എനിക്ക് കാണാനും ഉൾക്കൊള്ളാനും സാധ്യമാകണമേ. വമിൻ ഫൗഖി നൂറ, എന്റെ മുകളിൽ വെളിച്ചം നൽകണേ. വമിൻ തഹ്തി നൂറ, എന്റെ താഴെ വെളിച്ചം നൽകണേ. വാൻ യമീനി നൂറ, എന്റെ വലതു ഭാഗത്തും, വാൻ ഷിമാലി നൂറ, എന്റെ ഇടതു ഭാഗത്തും എനിക്ക് വെളിച്ചമാകണേ. വമിൻ അമാമി നൂറ വമിൻ ഖൽഫി നൂറ, എന്റെ മുന്നിലും എന്റെ പിന്നിലും എനിക്ക് വെളിച്ചം നൽകണമേ. വജ്അൽ ഫീ നഫ്സി നൂറ, എന്റെ നഫ്സിന്, എന്റെ സ്വന്തത്തിന് നീ വെളിച്ചം നൽകണമേ. എന്റെ ആത്മാവിന് നീ വെളിച്ചം നൽകണമേ. വഅള്ളിം ലീ നൂറ വഅള്ളിം ലീ നൂറ, വെളിച്ചം എനിക്ക് നീ ഏറ്റവും
പ്രഗത്ഭമായ ഒരു സംഗതിയാക്കി തീർക്കണമേ. ആ വെളിച്ചം കൊണ്ട്, നിന്റെ പ്രത്യേകമായ നൂറ് കൊണ്ട് എന്നെ നീ ഏറ്റവും ഉന്നതിയിൽ എത്തിക്കുകയും ചെയ്യുമാറാകണേ. വജഅൽനീ നൂറ, എനിക്ക് നീ വെളിച്ചം നൽകണമേ. വജഅൽനീ നൂറ, എന്നെ നീ വെളിച്ചമാക്കണമേ. അല്ലാഹുമ്മ അഅ്തിനീ നൂറ, അല്ലാഹുവേ എനിക്ക് നീ നൂറ് നൽകണമേ. വജഅൽ ഫീ അസബീ നൂറ, എന്റെ സന്ധികളിൽ, വഫീ ലഹ്മി, എന്റെ മാംസത്തിൽ, വഫീ ദമി, എന്റെ രക്തത്തിൽ, വഫീ ശഅരി, എന്റെ മുടിയിൽ, വഫീ ബശരി, എന്റെ തൊലിയിൽ. അപ്പൊ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഓരോ കാര്യങ്ങളും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഇവിടെ പ്രാർത്ഥിക്കാണ്. പടച്ചോനെ, അവിടങ്ങളിലൊക്കെ നിന്റെ വെളിച്ചം നീ പ്രദാനം ചെയ്യുമാറാകണേ. ഇവിടെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും അള്ളാഹുവിന്റെ പ്രത്യേകമായ ഈ ഒരു വെളിച്ചം, ഈ ഒരു നൂറ് നമുക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ പ്രകാശിക്കും. അതുകൊണ്ട് കൂടുതൽ ഉപകാരങ്ങൾ ഉണ്ടാകാൻ സാധിക്കും. അതിലുള്ള എല്ലാ കേടുപാടുകളും തീർക്കാൻ നമുക്ക് സാധിക്കും. ആ നിലക്കുള്ള എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. എന്റെ കൽബിലും, എന്റെ ലിസാനിലും, എന്റെ സമയിലും, എന്റെ ബസറിലും, എന്റെ മുകളിലും, എന്റെ താഴെയും, എന്റെ വലതും, എന്റെ ഇടത്തും, എന്റെ മുന്നിലും, എന്റെ പിന്നിലും ഒക്കെ നീ വെളിച്ചം നൽകണമേ. അള്ളാഹുവേ, എന്നെ നീ വെളിച്ചമാക്കണമേ. വെളിച്ചം കൊണ്ട് എന്നെ നീ ഉന്നതിയിലെത്തിക്കണേ. പടച്ചവനെ, എന്നിൽ നീ സദാസമയം എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും, എന്റെ എല്ലാ സന്ധികളിലും, എന്റെ രക്തത്തിലും, എന്റെ മാംസത്തിലും, എന്റെ മുടിയിൽ പോലും, എന്റെ തൊലിയിലുമൊക്കെ നീ നിന്റെ പ്രകാശം നൽകണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതേപോലെ പ്രത്യേകിച്ച് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ ഒക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ടതാണ്, അറിയേണ്ടതാണ്. ഇത് എല്ലാ തരത്തിലുള്ള നമുക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള എല്ലാ ഹൈറും ബർക്കത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും, നമ്മുടെ കൈകൾക്കും കാലുകൾക്കും ഒക്കെ ശക്തി ഉണ്ടാകുന്നതിന്, അള്ളാഹുവിന്റെ പ്രകാശം നമുക്ക് ലഭ്യമാകുന്നതിനൊക്കെ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായിട്ട് ഇതിനെ കാണണമെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത അപ്പൊ ആ ഒരു പ്രകാശം, അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രകാശത്തെ സംബന്ധിച്ചാണല്ലോ കഴിഞ്ഞ ഈ ആയത്ത് സൂചിപ്പിച്ചത്. ആ ഒരു പ്രകാശത്തിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഉണ്ടായിത്തീരുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അങ്ങനെ പ്രകാശം ലഭ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ വ്യതിരിക്തരാണ്. അന്ധകാരങ്ങളിൽ പെട്ട് കഴിയുന്ന ആ ആളുകളിൽ നിന്നും തീർത്തും നമ്മൾ വ്യത്യസ്തരാണ് എന്ന ഒരു ബോധം, ആ ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊന്നിനെയും ഭയപ്പെടാനില്ല. നമ്മുടെ മുമ്പിൽ ഒരു വെളിച്ചമുണ്ട്, ഞാൻ എന്തിന് പിന്നെ പേടിക്കണം? ആ വെളിച്ചം അനുസരിച്ച് എന്റെ ജീവിതം, എന്റെ കാര്യങ്ങൾ ഓരോന്നും എനിക്ക് തീരുമാനിക്കാലോ എന്ന സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഏറെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമായിട്ട് അതിനെ നമുക്ക് കാണാമെന്നാണ് ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് 123 ആയത്തിലേക്ക് പോകുന്നു. എന്താണത്? وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون. وكذلك جعلنا في كل قرية أكابر مجرميها ليمكروا فيها وما يمكرون إلا بأنفسهم وما يشعرون. വക്കദാലിക, അപ്രകാരം തന്നെ, ജഅൽന, നാം ഉണ്ടാക്കിയിട്ടുണ്ട്, ഫീ കുല്ലി ഖറിയത്തിൻ, എല്ലാ ഓരോ നാട്ടിലും, അക്കാബിറ, അക്ബർ, അക്കാബിർ, അക്ബർ, കബീറുൻ, അക്ബർ, അക്കാബിർ, വലിയവന്മാരെ, വലിയ വലിയ ആൾക്കാരെ, തലവന്മാരെ, മുജ്രിമീഹ, മുജ്രിമിൻ, കുറ്റവാളികളുടെ അവിടെയുള്ള കുറ്റവാളികളുടെ കുറെ തലവന്മാരായിട്ടുള്ള ആളുകൾ ഓരോ രാജ്യത്തും ഉണ്ടാകും. ലിയംകുറു ഫീഹ, അവിടങ്ങളിൽ പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ നടത്തുന്നവരായിട്ട്. അപ്പൊ ഏതൊരു രാജ്യവും ഏതൊരു പ്രദേശവും എടുത്തു നോക്കുമ്പോ കുറ്റവാളികൾ പലരും ഉണ്ടാകും. പക്ഷെ അവരുടെയൊക്കെ നേതൃത്വം നൽകുന്ന ചില എണ്ണപ്പെട്ട വ്യക്തികളെ ആ നാടുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അവരുടെ നിയന്ത്രണത്തിലായിരിക്കും, അവരുടെ കൺട്രോളിലായിരിക്കും. അവരെല്ലാ തരത്തിലുള്ള കുതന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് വിശ്വാസികളെ ആ വിശ്വാസത്തിൽ നിന്ന് അകറ്റുന്നതിന്
ആവശ്യമായ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിന് മുന്നിൽ നിൽക്കുകയും അങ്ങോട്ട് ആളുകളെ ആകർഷിക്കത്തക്ക തരത്തിൽ പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അകാബിർ, വലിയ തലവന്മാരായിട്ടുള്ള മുജ്രിമീങ്ങളുടെ, കുറ്റവാളികളുടെ തലവന്മാരായിട്ടുള്ള പല ആളുകളെയും പല നാടുകളിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ട് ട്ടോ, നമ്മുടെ ഈ സംവിധാനത്തിൽ അങ്ങനെയുണ്ട്. വമായം ഖുറൂന ഇല്ലാ ബി അൻഫുസിഹിം. പക്ഷെ അവർ കുതന്ത്രം പ്രയോഗിക്കുന്നത് അവർക്കെതിരിൽ തന്നെയാണ്. അവരെന്ത് കുതന്ത്രം പ്രയോഗിച്ചാലും ആ മക്കറുകളൊക്കെ അവർക്കെതിരായിട്ട് തന്നെയാണ് തിരിഞ്ഞു വരിക എന്ന് അവർ തിരിച്ചറിയണം. ഒന്നുകിൽ ഈ ലോകത്ത് വെച്ച് തന്നെ അവർ കാണിച്ച കുതന്ത്രങ്ങളുടെ ഫലമായി അവർക്ക് തന്നെ അത് തിരിഞ്ഞടിക്കും, അവരുടെയിലേക്ക് തന്നെ തിരിഞ്ഞു വരും. അതിന്റെ ദോഷം അവർക്ക് തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. അതേപോലെ പരലോകത്തെത്തിയ തീർച്ചയായും അവർ കാണിച്ച ഓരോ കുതന്ത്രവും അവർക്കെതിരായിട്ട് തന്നെ തിരിച്ചു വരുന്നത് കാണാൻ സാധിക്കും. പക്ഷെ അവർ ബോധവാന്മാരല്ല. ആളുകൾ എത്ര പറഞ്ഞു കൊടുത്തിട്ടും എത്ര കാര്യങ്ങൾ അവരെ കേൾപ്പിച്ചിട്ടും അവർ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകുന്നില്ല എന്ന്. അപ്പോ ഓരോ നാട്ടിലും കുതന്ത്രങ്ങൾ കാണിക്കുന്ന, ആ നാട്ടിലുള്ള തെറ്റുകുറ്റങ്ങളുടെ മുന്നിൽ നടക്കുന്ന ആളുകളെയാണ് ഈ ആയത്ത് ഫോക്കസ് ചെയ്യുന്നത്. എന്താണത്? അക്കാബിറ, ഏത് നാടുകളിലും ആ നാടുകളിലൊക്കെ വലിയ വലിയ വലിയന്മാരായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാകും. അവരാണ് ഈ അവിടെയുള്ള എല്ലാ കുഴപ്പങ്ങളുടെയും മുന്നിൽ നടക്കുന്നത്. അവർ വലിയ പണക്കാരാണ്, വലിയ ധനാഢ്യരായിട്ടുള്ള ആളുകളാണ്. അവരുടേതാണ് ആ നാട്ടിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംവിധാനങ്ങളും ഒക്കെ അവരുടെ കയ്യിലാണ്. അവർക്ക് വേണമെങ്കിൽ ഒരു മലയൊന്നായിട്ട് അടിച്ചു പൊളിച്ച് നിരത്തി അവർക്ക് ആവശ്യമുള്ള രൂപത്തിലാക്കാം. സാധാരണക്കാരുടെ ജീവിതമോ അവരുടെ മറ്റു കാര്യങ്ങളോ അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളോ ഒന്നും അവർ അന്ന് വിലവെക്കുന്നില്ല. അവർ അതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ രാജ്യത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിശ്വാസത്തിന്റെ വിഷയത്തിലാണെങ്കിലും അവർ അതിനൊക്കെ എതിരായി നിന്ന് പണമിറക്കാൻ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാൻ അതിനാവശ്യമായ തരത്തിലൊക്കെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളാണ് അകാബിറ മുജ്രിമീഹ ഫി കുല്ലി ഖറിയത്തിൻ. ഓരോ നാട്ടിലുമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. അവരെന്താ ചെയ്യുന്നത്? പലതരത്തിലുള്ള മക്കറുകളും പലതരത്തിലുള്ള കുതന്ത്രങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അവർ തിരിച്ചറിയണം. നിങ്ങൾക്ക് അവർ ബോധവാന്മാരല്ലെങ്കിലും അവരോട് പറയേണ്ട കാര്യം ഇതാണ്: ഇതൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങൾക്കെതിരായി തന്നെയാണ് തിരിച്ചു വരിക എന്ന് നിങ്ങൾ ഓർക്കണമെന്നാണ്. അകാബിർ എന്നുള്ളത് ജംഉ അക്ബർ. അക്ബർ എന്നുള്ളതിന്റെ ബഹുവചനാണ് മിസ്ലു അഫ്ളൽ വ അഫാദിൽ എന്ന് പറയുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമായത് അഫാദിൽ, ശ്രേഷ്ഠരായവർ. അസ്വദ്, അസാബിദ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു വാക്കാണ് അക്ബർ, അക്കാബിർ എന്നത്. മക്കയെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അന്ന ഫുസാഖ മക്ക അക്കാബിറുഹ, ആ മക്കയിലെ ഏറ്റവും വലിയ ഫാസിഖീങ്ങളായിട്ടുള്ള ആളുകൾ, അവിടെയുള്ള ഈ തല തൊട്ടപ്പന്മാരായ അവിടുത്തെ നേതാക്കന്മാരായ കുറെ ആളുകളായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ നമ്മൾ നോക്കുമ്പോ പലപ്പോഴും പ്രവാചകന്മാരുടെ അനുയായികളായി കടന്നു വരാറുള്ളത് അവരിലുള്ള ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകളാണ്. പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഈ അക്കാബിർ, ഈ വലിയ നാട്ടിലെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, അവിടെയുള്ള എല്ലാറ്റിനും എല്ലാ തെറ്റുകൾക്കും ചുക്കാൻ പിടിക്കാറുള്ള ഈ ആളുകൾ, ഈ മൂപ്പന്മാർ, അന്നഹു മജ്ലസു അലാ കുല്ലി തരീഖിൻ മിൻ തരീഖി മക്ക, മക്കയിലെ എല്ലാ ഇടവഴികളിലും അവർ ചെന്നിരിക്കാറുണ്ടായിരുന്നു. അവർ കൂട്ടം കൂടിയിരിക്കും. അർബഅത നഫരിൻ, 4 വീതം ആളുകൾ കൂടിയിട്ട് അവർ ഓരോ ഭാഗത്ത് ചെന്നിരിക്കും. ഈമാനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് വിശ്വസിക്കാൻ ആരെങ്കിലും പോകുന്നുവെങ്കിൽ അവരെല്ലാവരെയും അതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് മക്കയിലെ വിവിധ ഭാഗങ്ങളിൽ 4 വീതം ആളുകൾ ചെന്ന് ഇരിക്കാറുണ്ടായിരുന്നു എന്നിട്ട് എല്ലാ വിശ്വാസികളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പ്രവണതയിൽ അവർ പങ്കുചേരാറുണ്ടായിരുന്നാണ്. യഖൂലൂന ലികുല്ലി മൻ യുഖ്ദിം, അങ്ങോട്ട് കടന്നു വരുന്ന ഓരോരുത്തരെയും കണ്ട് അവർ പറയും പോലും, ഇയ്യാക വഹാദർ റജുൽ ഫഇന്നഹു കാഹിനുൻ സാഹിറുൻ കദാബുൻ,
എന്നൊക്കെ അവർ അവരെ ബോധ്യപ്പെടുത്താറുണ്ടായിരുന്നു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ആ മനുഷ്യൻ കാഹിനാണ്, ജ്യോത്സ്യക്കാരനാണ്, സാഹിറാണ്, മാരണക്കാരനാണ്, കദ്ദാബുൻ, കളവ് പറയുന്നവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോകുന്ന ആളുകളെ അവർ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാറുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കുതന്ത്രങ്ങളാണ് അവർ അവരുടെ ജീവിതത്തിൽ പ്രയോഗിക്കാറുണ്ടായിരുന്നത്. ഈ വലിയ അപകടകാരികളാണ് ഇവർ. ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള ആഡംബരപ്രിയരും പൊങ്കച്ചക്കാരും അതേപോലെയുള്ള സുഖലോലിപന്മാരുമായിട്ടുള്ള ഈ വല്യന്മാര് ആ നാടിന്, ഓരോ നാടിനും വലിയ വിപത്താണ് എന്ന് ഖുർആൻ പ്രത്യേകമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു നാട്ടിലുള്ള പലതരത്തിലുള്ള ആചാരങ്ങളും ഒരുപക്ഷെ കൊണ്ടുവരുന്നത് ആ നാട്ടുകാർക്ക് താങ്ങാൻ സാധ്യമല്ലാത്ത വിധത്തിൽ പലതരത്തിലുള്ള നാട്ടു മാമൂലുകളും കൊണ്ടുവരുന്നത് ഈ വലിയ വലിയ ആൾക്കാരായിരിക്കും. അവര് ആ നാടിന് അപമാനമാണ്, ആ നാടിന് ശാപമാണ്, ആ നാട് നശിപ്പിക്കപ്പെടുന്നതിന് പലപ്പോഴും കാരണമായി തീരുമെന്നൊക്കെ ഖുർആൻ പറഞ്ഞത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു പോയതാണ്. സൂറത്തുൽ ഇസ്രായിലെ 16-ാമത്തെ ആയത്ത്, വൈദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ, ഒരു രാജ്യം നശിപ്പിക്കപ്പെടണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ, അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാകുന്നത്, അമർന മുത്രഫീഹ, അവിടെയുള്ള സുഖലോലുപന്മാരായ ആളുകൾ അവർ എന്താ ചെയ്യുന്നത്? അവരുടെ ജീവിതം അങ്ങനെ അവർ തോന്നിയതുപോലെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അവർക്ക് തോന്നിയതൊക്കെ അവർ ചെയ്യുന്നു. ജീവിതത്തിൽ ധാരാളിത്തം, സുഖലോലുപത മാത്രമാണ് അവരുടെ ജീവിതത്തിൽ അവർ ആലോചിക്കുന്നത്. മറ്റൊന്നിന് നന്മയെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ അവരില്ല. ഈമാനിനെ സംബന്ധിച്ച് സംസാരിക്കാൻ അവരില്ല. അവിടങ്ങളിൽ എല്ലാ തരത്തിലുള്ള താന്തോന്നിത്വവും അവർ നടത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ വാക്ക് അത് സ്ഥിരപ്പെടുകയും നാം ആ നാടിനെ നിശേഷം തകർക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു നാട്ടിലുണ്ടാകുന്നത് എന്ന. ഒരു നാട്ടിലുള്ള ആളുകൾ അവരിൽ ഇത്തരത്തിലുള്ള താന്തോന്നിത്തം കാണിക്കുന്ന ആളുകൾ, സുഖലോലുപന്മാരായ ആളുകൾ, അവരുടെ അത്തരത്തിലുള്ള ഈ ദുർവ്യയത്തിൽ, താന്തോന്നിത്തത്തിലൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും ഒരു നാട് നശിപ്പിക്കപ്പെടുന്നത് എന്ന്. ഒമാർ സല്ലാഫി ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫുഹാ ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. പലപ്പോഴും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരുടെ സന്ദേശവുമായി ലോകത്ത് കടന്നു വരുമ്പോ അവിടെയുള്ള മുത്രഫീങ്ങളായിട്ടുള്ള സുഖലോലുപന്മാരായിട്ടുള്ള ആളുകൾ പരസ്യമായിട്ട് പറയും, നിങ്ങളെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്, അതിന് ആദ്യമായി രംഗത്ത് വരുന്നത് ഇത്തരത്തിലുള്ള ആഡംബരപ്രിയരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തെ ഇവിടെ പ്രത്യേകം അള്ളാഹു എടുത്തു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ഇവരോട് നിങ്ങൾ ചെയ്യുന്ന കുതന്ത്രങ്ങൾ, നിങ്ങൾ പറയുന്ന ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ അത് അപകടം ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തുന്നു. സൂറത്തുൽ ഫാത്തിറിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലിഹി, ദുഷിച്ച തന്ത്രം അതിന്റെ ഫലം അത് പ്രയോഗിച്ചവരിൽ തന്നെയാണ് വന്നു ഭവിക്കുക എന്ന്. ദുഷിച്ച തന്ത്രങ്ങൾ മറിയുന്ന ഒരു പൊതുതത്വമായി മനസ്സിലാക്കേണ്ടതാണ്. ഒരു നാട്ടിലുള്ള ഇത്തരത്തിലുള്ള വലിയന്മാരായിട്ടുള്ള ആളുകൾ ആ നാട്ടിൽ ഒരുപാട് കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഒരുപാട് തന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് പല അപകടങ്ങൾക്കും അവർ കാരണക്കാരായിത്തീരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ദുഷിച്ച തന്ത്രങ്ങൾ അത് പ്രയോഗിച്ചവരിൽ തന്നെയാണ് അവസാനമായി അത് വന്നു ഭവിക്കുക എന്ന് കൂടെ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അഫാമിനു മക്കറല്ലാ, അങ്ങനെയുള്ള ആളുകളോട് അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ തന്ത്രത്തെ നിങ്ങൾ ആ തന്ത്രത്തിൽ നിന്ന് നിർഭയരായിരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ എന്താണുള്ളത്? നിങ്ങളെക്കാൾ വലിയ തന്ത്രം കാണിക്കാൻ കഴിയുന്നവനല്ലേ പടച്ചറബ്? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളായ ജനങ്ങളല്ലാതെ അള്ളാഹുവിന്റെ തന്ത്രത്തിൽ നിന്ന് നിർഭയരായിരിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് ഖുർആൻ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് നമ്മള് ഈ ഓരോ നാടിന്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന് അവിടെ ഇത്തരത്തിലുള്ള ആളുകളെ കയറൂരി വിടുന്നതിൽ നിന്ന്, അവരുണ്ടാക്കി തീർക്കുന്ന ഈ തോന്നിയാസങ്ങളിൽ നിന്നൊക്കെ ആ സമൂഹത്തെ, ആ നാടിനെ രക്ഷപ്പെടുത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് എന്ന കാര്യം കൂടിയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് പോകാൻ സമയമല്ല എന്നാണ് തോന്നുന്നത്.
4-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. പറഞ്ഞത് ഇത്രയുമാണ്. പ്രധാനമായും നമ്മൾ കണ്ടത് 122-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പ്രകാശം, ആ പ്രകാശം കിട്ടിയിട്ടുള്ള ആളുകളാണ് നമ്മൾ പരിശുദ്ധ ഖുർആനാകുന്ന വെളിച്ചമാണ് അത്. ആ തിരുസുന്നത്താകുന്ന വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്ത് കാര്യവും തീരുമാനിക്കാനുള്ള കഴിവ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ചില ആളുകൾ അവർ പലതരത്തിലുള്ള ദുലുമാത്തുകളിൽ, അന്ധകാരങ്ങളിൽപ്പെട്ട്, അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട്, വേണ്ടാത്തരങ്ങളിൽപ്പെട്ട് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കാൻ സാധ്യമാകാത്ത വിധത്തിൽ അവരുടെ ജീവിതം മുഴുവനായി അതിൽ അങ്ങനെ അലിഞ്ഞു ചേർന്ന ആ ആളുകളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തരാണ്. നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ നന്ദി കാണിക്കണം. പടച്ചവന് എല്ലാ നിലക്കും അതിനെ ശുക്ർ ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നുള്ള നിലക്കാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ നിലക്ക് അള്ളാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് പടച്ചവന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ കണ്ണിലും കാതിലും, നമ്മുടെ മുന്നിലും പിന്നിലും, നമ്മുടെ മുകളിലും താഴെയും, നമ്മുടെ ശരീരത്തിലെ കൈയും കാലും എല്ലാ അവയവങ്ങളിലും ഒക്കെ പടച്ചവന്റെ പ്രത്യേകമായ ഒരു വെളിച്ചം നമുക്ക് എല്ലാ സദാസമയവും ലഭ്യമാകുമാറാകട്ടെ. എന്നിട്ട് ആ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് ചലിപ്പിക്കാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. ആ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. ആ വെളിച്ചം നാളെ പരലോകത്ത് ചെല്ലുമ്പോഴും അത് ഇരുട്ടില്ലാതെ മുന്നോട്ട് നടക്കാനുള്ള ഒരു വെളിച്ചമായി അള്ളാഹു നമുക്ക് മാറ്റി തീർക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനാകുന്ന ഈ വെള്ളി വെളിച്ചം നമ്മുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും ഏറെ അനുഗ്രഹപൂരിതമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.